കർത്താവായ യേശുക്രിസ്തുവിന്റെ എല്ലാ പ്രിയപ്പെട്ടവർക്കും സ്നേഹവന്ദനങ്ങൾ അറിയിക്കുന്നു. Greetings to you all in the glorious name of our Lord and Savior Jesus Christ, who is coming very soon. ഇന്ന് രാത്രിയിൽ കഴിഞ്ഞ ദിവസം ബുധനാഴ്ച ലൈവ് സ്ട്രീമിൽ വരുവാൻ സാധിച്ചില്ല. കാരണം മഴയുടെ പ്രയാസം മൂലം നെറ്റ്വർക്കിന് അല്പം തകരാറുണ്ടായി. അതുകൊണ്ടാണ് വെനസ്ഡേയിൽ ലൈവ് സ്ട്രീം ഇല്ലാതെ പോയത്. ഇന്ന് ദൈവസന്നിധിയിൽ നാം ഇപ്പോൾ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത് വെളിപ്പാട് പുസ്തകം 6-ാം അധ്യായത്തിലെ വാക്യങ്ങളാണല്ലോ നമ്മളിപ്പോ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. 6-ാം അധ്യായത്തിന്റെ 3 മുതൽ 5 വരെയുള്ള വാക്യങ്ങളാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ നാം വായിച്ച് ചിന്തിച്ചത്. ഇന്ന് രാത്രി അതിന്റെ 5-ാം വാക്യം മുതൽ 8 വാക്യം വരെയുള്ള 2 ഭാഗങ്ങൾ ഇന്ന് രാത്രിയിൽ ചിന്തിക്കാൻ കർത്താവിന്റെ കൃപയിൽ ശരണപ്പെടുന്നു. വായിക്കുന്നു. ബുക്ക് ഓഫ് റെവലേഷൻ ചാപ്റ്റർ 6 3-7 5-7. 3-ാം മുദ്ര പൊട്ടിച്ചപ്പോൾ വരിക എന്ന് 3-ാം ജീവി പറയുന്നത് ഞാൻ കേട്ടു. അപ്പോൾ ഞാൻ ഒരു കറുത്ത കുതിരയെ കണ്ടു. അതിന്മേൽ ഇരിക്കുന്നവൻ ഒരു തുലാസ് കയ്യിൽ പിടിച്ചിരിക്കുന്നു. ഒരു പണത്തിന് 1 ഇടങ്ങഴി ഗോതമ്പും 1 പണത്തിന് 3 ഇടങ്ങഴി യവവും. എന്നാൽ എണ്ണയ്ക്കും വീഞ്ഞിനും കേടുവരുത്തരുത് എന്ന് 4 ജീവികളുടെയും നടുവിൽ നിന്ന് ഒരു ശബ്ദം ഞാൻ കേട്ടു. ഇത് 3-ാം മുദ്ര പൊട്ടിക്കുമ്പോൾ നടക്കുന്ന സംഭവങ്ങളാണ്. 4-ാം മുദ്ര പൊട്ടിച്ചപ്പോൾ വരിക എന്ന് 4-ാം ജീവി പറയുന്നത് ഞാൻ കേട്ടു. അപ്പോൾ ഞാൻ മഞ്ഞ നിറമുള്ള ഒരു കുതിരയെ കണ്ടു. അതിന്മേൽ ഇരിക്കുന്നവന് മരണം എന്ന് പേർ. പാതാളം അവനെ പിന്തുടർന്നു. അവർക്ക് വാളുകൊണ്ടും ക്ഷാമം കൊണ്ടും മഹാവ്യാധി കൊണ്ടും ഭൂമിയിലെ കാട്ടുമൃഗങ്ങളെ കൊണ്ടും കൊന്നുകളവാൻ ഭൂമിയുടെ കാലാംശത്തിന്റെ മേൽ അധികാരം ലഭിച്ചു. കുഞ്ഞാട് മുദ്രകൾ ഓരോന്നായി പൊട്ടിക്കുമ്പോ ഈ ലോകത്തിൽ നടക്കുന്ന സംഭവ വികാസങ്ങളാണല്ലോ നമ്മൾ ഈ ദിവസങ്ങളിൽ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. 2-ാം മുദ്ര പൊട്ടിച്ചപ്പോ ചുവന്ന കുതിര പുറപ്പെട്ടു. എന്നൊരു ഭാഗം നമ്മൾ കണ്ടു. 3-ാം മുദ്ര പൊട്ടിച്ചു കുഞ്ഞാട് അവൻ എന്ന് എഴുതിയിട്ടുള്ളൂ. അവൻ എന്ന് രേഖപ്പെടുത്തിയിരിക്കുന്നത് ദ ലാംബ് ഓഫ് ഗോഡ് എന്നാണ് അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത്. ദൈവ കുഞ്ഞാട് 3-ാം മുദ്ര പൊട്ടിക്കുന്നു. 3-ാം മുദ്ര പൊട്ടിച്ചപ്പോൾ കറുത്ത കുതിരയെ ഞാൻ കണ്ടു. ശ്രദ്ധിക്കുക, 4 ജീവികൾ 1 മുതലുള്ള 4 മുദ്രകളും പൊട്ടിക്കുമ്പോൾ സിംഹാസനത്തിന് മുമ്പിൽ നിൽക്കുന്ന 4 ജീവികളുണ്ട്. ആ 4 ജീവികളിൽ ഓരോരുത്തരാണ് നടക്കാൻ പോകുന്ന സംഭവങ്ങളെ കുറിച്ച് യോഹന്നാനോട് പറയുന്നു. 2-ാം മുദ്ര പൊട്ടിച്ചപ്പോ 2-ാമത്തെ ജീവി യോഹന്നാന് കാണിച്ചു കൊടുത്തതാണ് 2-ാമത്തെ ഭാഗത്ത് നമ്മൾ കണ്ടത്. ഇവിടെ 3-ാം മുദ്ര പൊട്ടിച്ചപ്പോൾ വരിക എന്ന് 3-ാം ജീവി പറയുന്നത് ഞാൻ കേട്ടു. ഇവിടെ അപ്പൊ ഞാൻ പറഞ്ഞു 4 ജീവികളാണ് സിംഹാസനത്തിന്റെ മുമ്പിൽ നിൽക്കുന്നത്. 1-ാമത്തെ ജീവി സിംഹത്തിന്റെ മുഖമുള്ളത്. 2-ാമത്തെ ജീവി കാളയുടെ മുഖമുള്ളത്. 3-ാമത്തെ ജീവി മനുഷ്യന്റെ മുഖമുള്ളത്.
നാലാമത്തെ ജീവി പറക്കുന്ന കഴുകിന് സദൃശം. ഇതിന്റെ വിവരണങ്ങൾ ഡീറ്റെയിൽസ് നാലാമത്തെ നമ്മൾ ചിന്തിച്ചപ്പോൾ ഇവ എന്താണ് എന്ന് ഞാൻ പ്രത്യേകം ഓർപ്പിക്കുവാനിടയായിട്ടുണ്ട്. അപ്പോ മൂന്നാമത്തെ മുദ്ര പൊട്ടിക്കുമ്പോൾ അവിടെ മലയാളത്തിൽ വരിക എന്ന് മാത്രമേ രേഖപ്പെടുത്തിയിട്ടുള്ളൂ. ഇംഗ്ലീഷിൽ പറയുന്നു കം ആൻഡ് സീ, വന്ന് കാണുക. സംതിങ് ഈസ് ഗോയിങ് ടു ഹാപ്പൻ. അതാണ് നാലാമത്തെ അധ്യായത്തിൽ കാണുന്നത്. മേലാൽ സംഭവിപ്പാൻ ഉള്ളത് ഞാൻ നിനക്ക് കാണിച്ചു തരാം എന്ന് പറഞ്ഞാൽ ഓരോ മുദ്ര പൊട്ടിക്കുമ്പോഴും 1 മുതൽ 4 വരെയുള്ള മുദ്രകൾ പൊട്ടിക്കുമ്പോഴും 4 ജീവികളിൽ ഓരോരുത്തർ അവർ ഓരോ മുദ്ര പൊട്ടിക്കുമ്പോഴും അവർ ആ മുദ്ര പൊട്ടിക്കുമ്പോൾ നടക്കുന്ന സംഭവങ്ങളെ കുറിച്ച് യോഹന്നാന് കാണിച്ചു കൊടുക്കാൻ ദൈവത്താൽ നിയോഗിക്കപ്പെട്ടവരാണ്. ഒന്നാം മുദ്ര പൊട്ടിച്ചപ്പോ ഒന്നാമത്തെ ജീവി ഇടിമുഴക്കത്തിന്റെ ശബ്ദത്തോടുകൂടെ വന്ന് സംസാരിച്ചു. ഇടിമുഴക്കത്തോടെ വന്നു എന്നുള്ളത് പിന്നീട് റിപ്പീറ്റ് ചെയ്യുന്നില്ല. അതിന്റെ അർത്ഥം ഇടിമുഴക്കത്തിന്റെയും നാദത്തിന്റെയും മിന്നലിന്റെയും ശബ്ദം അവിടെ ഉണ്ടായിരുന്നു എന്നുള്ളതാണ് അന്തർലീനമായിരിക്കുന്ന അർത്ഥം. അവിടെ മൂന്നാം മുദ്ര പൊട്ടിച്ചപ്പോൾ വരിക എന്ന് മൂന്നാം ജീവി പറയുന്നത് ഞാൻ കേട്ടു. കം ആൻഡ് സീ, വന്ന് കാണുക. അപ്പോ യോഹന്നാൻ അവിടെ കാണുന്നത് എന്താന്ന് ചോദിച്ചാൽ മൂന്നാമത്തെ ജീവി ഇടിമുഴക്ക ശബ്ദത്തോടുകൂടെ യോഹന്നാനോട് പറയുന്നു വന്ന് കാണീൻ എന്ന് പറയുമ്പോൾ യോഹന്നാൻ കാണുന്നു ഒരു കറുത്ത കുതിരയെ ഞാൻ കണ്ടു. ഒന്നാം മുദ്ര പൊട്ടിച്ചപ്പോ വെളുത്ത കുതിരയെ കണ്ടു. രണ്ടാം മുദ്ര പൊട്ടിച്ചപ്പോൾ ചുമന്ന കുതിരയെ കണ്ടു. മൂന്നാം മുദ്ര പൊട്ടിക്കുമ്പോൾ കറുത്ത കുതിരയെ കാണുന്നു. നാലാം മുദ്ര പൊട്ടിക്കുമ്പോൾ മഞ്ഞ നിറമുള്ള കുതിരയെ കാണുന്നു. അപ്പൊ 4 നിറമുള്ള കുതിരകളെയാണ് ഈ 4 മുദ്രകൾ പൊട്ടിക്കുമ്പോൾ നമ്മൾ കാണുന്നത്. ഓരോ മുദ്ര പൊട്ടിക്കുമ്പോഴും ഇവിടെ മൂന്നാമത്തെ മുദ്ര പൊട്ടിച്ചപ്പോൾ കാണുന്നു കറുത്ത കുതിരയെ കണ്ടു. അതിന്മേൽ ഇരിക്കുന്നവന് ഒരു തുലാസ് കയ്യിൽ പിടിച്ചിട്ടുണ്ട്. A pair of scale is holding by the one who sat on the black horse. കറുത്ത കുതിര പുറത്തിരിക്കുന്നവൻ ഒരു ജോഡി ത്രാസ് അഥവാ സ്കെയിൽ, തുലാസ് കയ്യിൽ പിടിച്ചുകൊണ്ടാണ് അവൻ ഇറങ്ങി വരുന്നത്. ഈ കറുത്ത കുതിര, ബ്ലാക്ക് ഹോഴ്സ്, റെപ്രസെന്റ്സ് ഗ്രേറ്റ് ഫാമിൻ ഇൻ ദ വേൾഡ്. കറുത്ത കുതിര എല്ലായ്പ്പോഴും ഭൂമിയിൽ വരുവാൻ പോകുന്ന അതിഭയങ്കരമായ ക്ഷാമകാലത്തെയാണ് ചൂണ്ടിക്കാണിക്കുന്നത്. അപ്പോ ഇവിടെ പ്രത്യേകം പറയുന്ന ചില വാക്കുകളുണ്ട്. മൂന്നാം മുദ്ര പൊട്ടിച്ചപ്പോൾ മൂന്നാം ജീവി പറയുന്നത് ഞാൻ കേട്ടു, കം ആൻഡ് സീ, വന്ന് കാണുക. എന്താണ് അവിടെ കാണുന്നു? കറുത്ത കുതിരപ്പുറത്ത് സഞ്ചരിക്കുന്ന ഒരുവൻ. അവന്റെ കയ്യിൽ എന്തുണ്ട്? ഒരു തുലാസ് പിടിച്ചിരിക്കുന്നു. എന്ന് പറഞ്ഞാൽ ഭക്ഷ്യസാധനങ്ങളാണ് സാധാരണ തൂക്കിക്കൊടുക്കുന്നത്. കിലോഗ്രാം കണക്കിൽ തൂക്കിക്കൊടുക്കാൻ ആണ് തുലാസ് കയ്യിൽ പിടിച്ചിരിക്കുന്നത്. The one who sat on the black horse, he is holding a pair of scales. ഒരു തുലാസ് അവൻ കരങ്ങളിൽ പിടിച്ചിട്ടുണ്ടോ എന്ന് വെച്ചാൽ അവൻ പറയുന്നു, അവൻ എന്താ പറയുന്നേ നമുക്ക് നോക്കാം. അവൻ പറയുന്നു ഒരു പണത്തിന് ഒരിടങ്ങഴി യവവും, ഒരു പണത്തിന് ഒരിടങ്ങഴി ഗോതമ്പും, ഒരു പണത്തിന് 2 ഇടങ്ങഴി, ഒരു പണത്തിന് 3 ഇടങ്ങഴി യവവും, ആഴ്ച ഒരു പണത്തിന് ഒരിടങ്ങഴി
ഇടങ്ങഴി ഗോതമ്പും, രണ്ടാമത്തേത് 1 പണത്തിന് 3 ഇടങ്ങഴി യവവും, പിന്നീട് പറയുന്നു യവവും അത് കഴിഞ്ഞൊരു കോമ, എന്നാൽ എണ്ണയ്ക്കും വീഞ്ഞിനും കേടുവരുത്തരുത് എന്ന് 4 ജീവികളുടെയും നടുവിൽ നിന്ന് ഒരു ശബ്ദം ഞാൻ കേട്ടു. ഇപ്പൊ ശ്രദ്ധിക്കുക, എണ്ണയ്ക്കും വീഞ്ഞിനും കേടുവരുത്തരുത്. കറുത്ത കുതിരപ്പുറത്ത് സഞ്ചരിക്കുന്നവൻ, ബ്ലാക്ക് ഹോഴ്സ്, symbolizes the famine, great famine which is going to happen in worldwide. ലോകത്തിൽ മൊത്തമായി സംഭവിക്കാൻ പോകുന്ന അതിഭയങ്കരമായ ക്ഷാമകാലത്തെയാണ് കറുത്ത കുതിര ചൂണ്ടിക്കാണിക്കുന്നത്. അപ്പോ കറുത്ത കുതിര പുറത്തിരിക്കുന്നവൻ ക്ഷാമകാലത്തെ ചൂണ്ടിക്കാണിക്കും. അതിഭയങ്കരമായ ക്ഷാമം. അവിടെ ഇവിടെ ക്ഷാമങ്ങളും ഭൂകമ്പങ്ങളും ഉണ്ടാകും. ഞാൻ കഴിഞ്ഞ ദിവസം ഓർമ്മിച്ചു, നമ്മുടെ കർത്താവായ യേശു മിശിഹായുടെ അന്ത്യ ഒലിവ മല സന്ദേശത്തിൽ യേശു കർത്താവിന്റെ അന്ത്യ ഒലിവമല സന്ദേശം അഥവാ ഇത് പ്രോഫറ്റിക്കൽ ടീച്ചിങ്സ് ഓഫ് ജീസസ് ക്രൈസ്റ്റ്, യേശു കർത്താവിന്റെ പ്രവചന പഠിപ്പിക്കലുകൾ, അവ രേഖപ്പെടുത്തിയിരിക്കുന്നത് മത്തായി 24-ാം അധ്യായം 1 മുതലുള്ള താഴോട്ടുള്ള വാക്യങ്ങൾ മുഴുവൻ, 24-ാം അധ്യായം മുഴുവൻ, ലൂക്കോസ് 21-ാം അധ്യായം 1 മുതൽ ഉള്ള വാക്യങ്ങൾ, മാർക്കോസ് 13-ാം അധ്യായം, ഈ 3 അധ്യായങ്ങളിലും കർത്താവായ യേശു ക്രിസ്തുവിന്റെ അന്ത്യ ഒലിവമല സന്ദേശമാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. അല്പം കൂടെ പറഞ്ഞാൽ, അന്ത്യകാലങ്ങളെ കുറിച്ചുള്ള അനവധി പ്രവചനങ്ങൾ രേഖപ്പെടുത്തിയിരിക്കുന്ന അധ്യായങ്ങളാണ് സിനോപ്റ്റിക് ഗോസ്പലിൽ, സമാന്തര സുവിശേഷങ്ങളിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത്. മത്തായിയുടെ സുവിശേഷം 24-ാം അധ്യായത്തിലും, മർക്കോസ് 13-ാം അധ്യായത്തിലും, ലൂക്കോസിന്റെ 21-ാം അധ്യായത്തിലും രേഖപ്പെടുത്തിയിരിക്കുന്ന സമാന്തര സുവിശേഷങ്ങളിലെ ഒരുപോലുള്ള വേദവാക്യങ്ങളിൽ കർത്താവായ യേശു മിശിഹ അന്ത്യകാലങ്ങളിൽ സംഭവിക്കുന്ന സംഭവങ്ങളെ കുറിച്ച് പഠിപ്പിച്ചിരിക്കുന്ന ചില ലാസ്റ്റ് പ്രോഫസീസ് ആണ് ഈ 3 സുവിശേഷങ്ങളിലും ഈ 3 അധ്യായങ്ങളിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത്. യേശു പറയുന്നു, യെരൂശലേം ദേവാലയം കർത്താവിനെ കാണിച്ച് പറയുമ്പോൾ കർത്താവ് പറയുക, കല്ലിന്മേൽ കല്ല് ശേഷിക്കാൻ നശിച്ചു പോകുന്ന കാലം വരുന്നു. ഉടനെ ശിഷ്യന്മാർ കർത്താവിനോട് ചോദിക്കുക, ഇത് എപ്പോൾ സംഭവിക്കുമെന്നും നിന്റെ വരവിന്റെ ലക്ഷണങ്ങൾ എന്താകുമെന്നും ഞങ്ങളോട് പറഞ്ഞാലും. എന്നതിന്റെ അർത്ഥം കർത്താവായ യേശു ക്രിസ്തുവിന്റെ വരവിന്റെ ലക്ഷണങ്ങളുടെ ചില പ്രധാനപ്പെട്ട പഠിപ്പിക്കലുകളാണ് ഈ ഭാഗങ്ങളിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോ 1-ാം മുദ്ര പൊട്ടിച്ചപ്പോഴും 2-ാം മുദ്ര പൊട്ടിച്ചപ്പോഴും കുഞ്ഞാട് 3-ാമത്തെ മുദ്ര പൊട്ടിച്ചപ്പോഴും സംഭവിക്കുന്ന ഈ സംഭവ വികാസങ്ങൾ ചൂണ്ടിക്കാണിക്കുന്നത് യഹൂദന് വേണ്ടി വേർതിരിച്ചിരിക്കുന്ന മഹാഉപദ്രവ കാലഘട്ടത്തിലെ അഥവാ ദ ഗ്രേറ്റ് ട്രിബുലേഷൻ പീരീഡിന്റെ ആദ്യത്തെ പകുതിയിൽ സംഭവിക്കുന്ന സംഭവ വികാസങ്ങളാണ് ഈ ഭാഗങ്ങളെല്ലാം. അപ്പോ 6-ാം അധ്യായത്തിൽ ആരംഭത്തിൽ 3-ാം മുദ്ര പൊട്ടിക്കുമ്പോൾ യോഹന്നാൻ കാണുന്നു 4 ജീവികളിൽ 3-ാമത്തെ ജീവി യോഹന്നാനോട് പറയുന്നു, വന്ന് കാണീൻ, കം ആൻഡ് സീ, വന്ന് കാണീൻ എന്ന് പറഞ്ഞപ്പോ യോഹന്നാൻ കാണുന്നു, ഞാനൊരു കറുത്ത കുതിരയെ കണ്ടു. ഞാൻ ഒരു കറുത്ത കുതിരയെ കണ്ടു, അതിന്മേലിരിക്കുന്നവന് ഒരു തുലാസ് കയ്യിൽ പിടിച്ചിട്ടുണ്ട്. അതിങ്ങനെയാണ് വായിക്കുന്നത്, I have seen a black horse and whom sat on
having a pair of scales. ഒരു തുലാസ് കയ്യിൽ പിടിച്ചുകൊണ്ട് നിൽക്കുന്നതായ സഞ്ചരിക്കുന്നതായ കറുത്ത കുതിരപ്പുറത്ത് സഞ്ചരിക്കുന്ന ഒരുവനെ കാണുന്നു. കറുപ്പ്, ബ്ലാക്ക് ഓൾവേസ് ഷോസ് the great famine which is going to happen in all over the world. നമുക്കറിയാം, ഇന്നും പട്ടിണി കൊണ്ട് മരിക്കുന്ന അനേക രാജ്യങ്ങളുണ്ട്, വെള്ളം ലഭിക്കാത്ത രാജ്യങ്ങളുണ്ട്. ദിനം പ്രതി പട്ടിണി കൊണ്ട് ആയിരക്കണക്കിന് ജനം മരിച്ചു വീഴുന്നുണ്ട്. ഇതിന്റെ കണക്കുകളൊക്കെ തേടി പോകാൻ അധികമുണ്ട്. ഒരിക്കലും മഴ പെയ്യാത്ത ചില രാജ്യങ്ങൾ, ആഫ്രിക്കൻ രാജ്യങ്ങളിലുണ്ട്. കാരണം മഴയ്ക്ക് വേണ്ടി കാത്തിരിക്കുന്നു. മഴയില്ലാത്തത് കൊണ്ട് ജനം പട്ടിണിയിലാണ്. ജനം ദരിദ്രത്തിന്റെ ആഴങ്ങളിൽ വീട് കിടക്കുക. അപ്പോ ഈ കറുത്ത കുതിരപ്പുറത്തിരിക്കുന്നവൻ കാണിക്കുന്നത് ഭൂമിയിലെങ്ങും സംഭവിക്കാൻ പോകുന്ന അതികഠിനമായ ക്ഷാമകാലത്തെ ചൂണ്ടിക്കാണിക്കുന്നു. തെളിവായിട്ട് ഞാൻ പഴയ നിയമത്തിൽ നിന്ന് ഒരു കാര്യം ചൂണ്ടിക്കാണിക്കാം. 2 രാജാക്കന്മാരുടെ പുസ്തകത്തിൽ ഇതേപോലെ വായിക്കുന്ന ഒരു വേദഭാഗമുണ്ട്. 2 രാജാക്കന്മാർ 5-6 അധ്യായത്തിൽ ഇതുപോലെ നമ്മളൊരു ഭാഗം വായിക്കുന്നു. 7-ാം അധ്യായത്തിന്റെ 1 മുതൽ ചില വാക്യങ്ങൾ ഞാൻ വായിക്കും. അപ്പോൾ എലീശ, യഹോവയുടെ അരുളപ്പാട് കേൾപ്പീൻ, നാളെ ഈ നേരത്ത് ശമരിയുടെ പടിവാതിൽക്കൽ ശേക്കലിന് 1 സെയ ഗോതമ്പ് മാവ്, ശേക്കലിന് 2 സെയ യവവും വിൽക്കുമെന്ന് യഹോവ അരുളി ചെയ്യുന്നു. അപ്പോ ഇവിടെ ഒരു വലിയ ക്ഷാമം നേരിട്ട ഒരു സംഭവമാണ് 2 രാജാക്കന്മാരുടെ പുസ്തകത്തിൽ നമ്മൾ വായിക്കും. പ്രവാചക വര്യനായ എലീശയുടെ കാലഘട്ടത്തിൽ ശമരിയ പട്ടണത്തിൽ വലിയൊരു ക്ഷാമം നേരിട്ടു. അപ്പൊ അവിടെ പറയുന്നു, നാളെ ഈ നേരത്ത് ശമരിയുടെ പടിവാതിൽക്കൽ 1 ശേക്കലിന് 1 സെയ ഗോതമ്പ് മാവും ശേക്കലിന് 2 സെയ യവവും വിൽക്കും എന്ന് യഹോവ അരുളി ചെയ്യുന്നു. ക്ഷാമം കൊടികൊണ്ടിരിക്കുമ്പോൾ പ്രവാചകനായ എലീശായിൽ കൂടെ ദൈവത്തിന്റെ അരുളപ്പാട് ഇസ്രായേൽ ജനത്തോട് അറിയിക്കുക, നാളെ ഈ നേരത്ത് ശമരിയുടെ പടിവാതിൽക്കൽ ശേക്കലിന് 2 സെയ ഗോതമ്പ് മാവ്, ശേക്കലിന് 1 സെയ ഗോതമ്പ് മാവ്, ശേക്കലിന് 2 സെയ യവവും വിൽക്കും. ഇതേപോലെയാണ് നമ്മൾ ഇവിടെയും വായിക്കുന്ന ഭാഗത്തിൽ കാണുന്നത്. വെളിപ്പാട് പുസ്തകം 6-ാം അധ്യായത്തിൽ നമ്മൾ വായിച്ചപ്പോൾ ഇവിടെ അത് തന്നെയാണ് കണ്ടത്. ഞാനൊരു കറുത്ത കുതിരയെ കണ്ടു, അതിന്മേൽ ഇരിക്കുന്നവന്റെ കയ്യിൽ ഒരു തുലാസ് പിടിച്ചിരിക്കുന്നു. 1 പണത്തിന് 1 ഇടങ്ങഴി ഗോതമ്പും 1 പണത്തിന് 3 ഇടങ്ങഴി യവവും നിൽക്കും എന്ന് പറഞ്ഞാൽ, കണക്ക് പറഞ്ഞ് 1 പണം എന്ന് പറഞ്ഞാൽ 1 ഷേക്കൽ. ഇസ്രായേലിൽ ഉപയോഗിക്കുന്ന പണമാണ് ഷേക്കൽ. 1 ഷേക്കലിന്, അത് ഇംഗ്ലീഷിൽ വായിക്കുമ്പോ ഐ തിങ്ക് ഇറ്റ് ഈസ് ദിനാർ എന്നാണ് കൊടുത്തിരിക്കുന്നത്. ഐ തിങ്ക് സോ. ലെറ്റ് മീ റീഡ്. When he had opened the 3rd seal, I heard the 3rd beast to say, come and see. And I behold a black horse. He that sat on him had a pair of balance in his hand. I heard a voice in the midst of the 4 beasts say, a measure of wheat for a penny,